അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ ക്ലാസ്സാണ്. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലാസ് പെയിൻ്റ് ആണ് കേട്ടോ ഒന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഗ്ലാസ് പെയിൻറ്റിൽ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ച ഇതുപോലൊരു മാംഗോൻ്റെ പിക്ചർ ഉണ്ടായിരിക്കും. ഞാനിവിടെ ഇപ്പോൾ വരച്ച് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാത്തവരാണെങ്കിൽ ഇതുപോലെ വരച്ചിട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു പേപ്പറിലേക്ക് ഞാൻ വരച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തവരാണെങ്കിൽ ഇതുപോലെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ OHB ഷീറ്റ് ഉണ്ട്. ഈ OHB ഷീറ്റിൽ ഈ ഒരു ഗ്ലാസ് ഷീറ്റ് നമ്മൾ ഈ വരച്ചതിൻ്റെ, അതായത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഞാനിപ്പോൾ ഇത് ഗ്ലാസ് പേപ്പറോടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ട്രേസ് ചെയ്തിട്ട് വരയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. അതിന് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഔട്ട്ലൈനർ ഉണ്ടാവും. ഈ ഔട്ട്ലൈനർ വെച്ചിട്ട് വേണം നമ്മളിത് ട്രേസ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കണമെന്ന് കാണിച്ചുതരാം. നമ്മളിത് ട്രേസ് ചെയ്യാണ്. ഔട്ട്ലൈനർ വെച്ചിട്ട് നമ്മളിതിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ഓരോ ലൈനും, നമ്മുടെ പിക്ചറിലെ ഓരോ ലൈനും നമ്മളിവിടെ വരച്ചു കൊടുക്കണം. ശ്രദ്ധിച്ച് വരയ്ക്കുക. ഒരുപാട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് പറ്റും ഔട്ട്ലൈനർ വെച്ചിട്ട്. നിങ്ങൾ ആ ഒരു ഗ്ലാസ് ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാതെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെ വരയ്ക്കാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കരുത്. നമ്മൾ ഈ ഔട്ട്ലൈൻ വരച്ചിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം കേട്ടോ. ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്കിതിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഇങ്ങോട്ട് ട്രേസ് ചെയ്തെടുത്ത് വരയ്ക്കാൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിൻ്റെ മുകളിലൂടെ പെയിൻറ്റ് ചെയ്യണത് കേട്ടോ. മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം മാത്രം ചെയ്താൽ മതി, കളർ ചെയ്താൽ മതി. ഓക്കെ.